സലീം കുമാരേട്ടൻ ഒരു 1-2 വർഷം വളരെ പ്രശസ്ത ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നു നാദിർ ഷാജിയുടെ അനിയനാണെന്ന് തോന്നുന്നു. സലീം കുമാരേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഒരു അമ്പലമുണ്ട്, നിങ്ങൾ വരണമെന്ന്. അത് ഭയങ്കര ഫേമസ് ആയ വാക്കുകളാണ്. സലീം കുമാരേട്ടൻ പറഞ്ഞു എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. നമ്മുടെ നാടിന്റെ ഐക്യം അതല്ലേ, ഇതല്ലേ. അപ്പം അൻസിബ അത്തരം വിഷയങ്ങൾ റേസ് ചെയ്യരുതായിരുന്നു. എന്താ അറിയാം, അത് സമൂഹത്തില് ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് ആൾക്കാരുടെ മനസ്സിനെ മുറിപ്പെടുത്തും. ഒരക്ഷത്തിൽ അമ്മ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു. ഈ പറയുന്ന അൻസിബ എനിക്ക് എത്ര ഇഷ്ടമുള്ള കുട്ടി. ആ കുട്ടിയെ വിജയിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, മോളെ നിൽക്കണം, മോൾ ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്യുന്നല്ലേ സഞ്ജയ്, എല്ലാത്തിനും ഓടിയിടുന്ന് നന്നായി പ്രവർത്തിക്കുന്ന ഒരു കുട്ടിയാണ് അൻസിബ. ഞാൻ ഇപ്പോഴും പറയുന്നു. പക്ഷേ എനിക്കൊരു മെസ്സേജ് വന്ന എപ്പോഴാണെന്നറിയാമോ? വോയിസ് മെസ്സേജ്. ഇതെല്ലാം കഴിഞ്ഞ് പത്രത്തിലൊക്കെ ഒന്ന് കെട്ടടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു എൻ്റെ വാട്സപ്പിൽ. ഞാൻ ഒരുപാട് വിഷമിക്കുന്നു, ഞാൻ ഇങ്ങനെയായി അങ്ങനെയാണ്. ഈ മെസ്സേജ് ഈ പത്രത്തിൽ പോകുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ വീട്ടിൽ പോയി മോളെ വിഷമിക്കരുത് ഞങ്ങൾ കൂടി പറയുമായിരുന്നു. ടീനിയുടെ വീട്ടിൽ പോയി ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. ഞങ്ങളിത് അറിയണത് പത്രത്തിൽ കൂടിയും ന്യൂസ് ചാനലിൽ കൂടെയും ഞങ്ങൾ ഈ വിവരങ്ങൾ അറിയണത്. ഞങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല.